ഉബൈലിന്റെ ഉടമസ്ഥതയിലുള്ള കെൽട്രോ എന്ന കമ്പനി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കലൂരിലെ സ്വകാര്യ കമ്പനിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഓഫീസ് അതിക്രമിച്ചു കയറി തൊഴിലാളികളെ ഇറക്കിവിടുകയും കസേരകൾ വലിച്ചിഴയ്ക്കുകയും ചെയ്തു. ശേഷം പ്രവർത്തകർ ഓഫീസ് പൂട്ടി മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവർ തൊഴിലാളികളോട് പെരുമാറുന്നത്. നമ്മൾ വ്യക്തമായിട്ട് തെളിവുകൾ നമുക്ക് ഇതിനു മുമ്പും ഇവർക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പെരുമ്പാവൂർ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇതിന്റെ ബ്രാഞ്ചുകളുണ്ട്. അവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. വനിതകളടക്കമുള്ള ആളുകൾ പരാതി ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കൊച്ചിയിൽ നടന്ന ഒരു വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് എത്തിയത്. ഇത്ര മോശമായിട്ട് പ്രാകൃതമായിട്ട് രീതിയിൽ തൊഴിലാളികളോട് പെരുമാറുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു പ്രതിഷേധമായിട്ടൊക്കെ മാത്രമേ വരുള്ളൂ. ഇന്നിപ്പോൾ വന്ന എല്ലാവരും ഇറക്കി സ്ഥാപനം അടക്കാണ്ട ഒരു സാഹചര്യം, ഇത്രയും മോശമായിട്ട് പെരുമാറുന്ന ഒരു സ്ഥാപനം കൊച്ചി പോലത്തെ ഒരു സിറ്റിയിൽ ഇങ്ങനെ ഒരു രീതിയിലുള്ള തൊഴിലാളികളോട് പെരുമാറുന്ന ഒരു സ്ഥാപനത്തിന് എതിരെയാണ് നമ്മൾ ഇന്നൊരു പ്രതിഷേധം. ഇന്ന് എല്ലാ ആളുകളെയും പുറത്താക്കി എല്ലാ ഈ സ്ഥാപനം പൂട്ടി മറ്റുള്ള ബ്രാഞ്ചുകളിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിലെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളും ഇവരെവിടെയൊക്കെ ബ്രാഞ്ച് ഉണ്ടോ ആ സ്ഥലങ്ങളിലേക്കും ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. പിന്നാലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും കലൂരിലെ സ്വകാര്യ കമ്പനിയിലേക്ക് പ്രതിഷേധം നടത്തി. ഓഫീസിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. തൊഴിലാളികളെ നാൽക്കാലികളായി കാണുന്ന സമീപനം അംഗീകരിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറഞ്ഞു. തൊഴിലെടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് മാസാമാസം അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് ലഭ്യമാകുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതിരിക്കുകയും അവരെ താൽക്കാലികൾക്ക് സമമായി കഴുത്തിൽ ബെൽറ്റെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നടത്തിച്ചു.